നമസ്കാരം. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി കിടക്കുന്ന രോഗികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങൾ അവിടെ ഉണ്ട് എന്നറിയണ്ടേ? ഒരു അഡ്മിറ്റായി കിടക്കുന്ന പേഷ്യൻ്റ് പലപ്പോഴും അൺഹാപ്പി ആകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ കൂടെയായിരിക്കും. സോ അഡ്മിറ്റായ പേഷ്യൻ്റ് ഓൾവേസ് എല്ലാ സമയത്തും ഹാപ്പി ആയിരിക്കുന്നതിന് ഗ്രേപ്സിൽ ഉള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചാണ്. ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്രേപ്സിൽ ചക്ര എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഉപയോഗിക്കുന്നുണ്ടാവും. ചക്രയിൽ കെയർ ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ഫങ്ഷനാണ്. നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസേഴ്സ്, എക്സിക്യൂട്ടീവുമാർ നമ്മുടെ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാറുണ്ട്, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ട് IP-യിൽ. അപ്പം എവരി ഡേ ചെയ്യുന്ന ഹോസ്പിറ്റലുണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങളുള്ളപ്പോൾ പോയി കാണുന്ന ഹോസ്പിറ്റലുണ്ട്. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ എല്ലാ അഡ്മിറ്റഡ് പേഷ്യൻസിനെയും ദിവസം ഒരു തവണയെങ്കിലും പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവ്സ് പോയി കാണുന്ന ഒരു സംവിധാനം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലോ ബെഡിൻ്റെ സൈഡിലോ ആ പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട QR കോഡ് ഉണ്ടാവും. നമ്മൾ ഈ ചക്ര എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആ QR കോഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ആ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് വരും. അവിടെ നമ്മുടെ കെയർ ട്രാക്കറിൻ്റെ ക്വസ്റ്റ്യനെയർ മാസ്റ്റർ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സെറ്റിങ്സിൽ മാസ്റ്ററിൽ അവിടെ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കൃത്യമായി അവരുമായിട്ട് സംവദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സയൻറ്റിഫിക്കലി അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ആൻസറുകൾ അവിടെ ഫീഡ് ചെയ്യാം. ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ, ഇന്നലെ മറ്റൊരു എക്സിക്യൂട്ടീവാണ് അവരുമായിട്ട് സംസാരിച്ചതെങ്കിൽ അവരുമായിട്ട് നടത്തിയ കോൺവെർസേഷൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നമുക്കവിടെ പ്രീവിയസ് ഹിസ്റ്ററി എന്ന രീതിയിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു 4 ദിവസമോ 5 ദിവസമോ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ഈച്ച് ആൻഡ് എവരി ഡേ നേഴ്സോ ഡോക്ടറോ ഒന്നുമല്ലാത്ത ഒരു എക്സിക്യൂട്ടീവ് പോയി കണ്ടവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത് എത്രമാത്രം ഒരു ഹോസ്പിറ്റല് അവരെ കെയർ ചെയ്യുന്ന ഒരു ഫീൽ അവർക്ക് കൊടുക്കും, ഇല്ലേ? നമ്മളൊന്ന് അഡ്മിറ്റായി കിടന്നാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അന്വേഷിക്കാൻ വരുന്ന മനുഷ്യർ നമുക്ക് വല്ലാത്തൊരു സമാധാനം തരില്ലേ? സോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു പേഷ്യൻ്റ് കെയറിനെ കുറിച്ച് അവർ പിന്നീട് എത്രമാത്രം മനോഹരമായിട്ടായിരിക്കും അഭിപ്രായം പറയുക. അതിൻ്റെ ഹിസ്റ്ററി എടുക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഐക്കൺ കാണാൻ പറ്റും. അങ്ങനെ നടത്തിയ കെയർ ട്രാക്കുകളുടെ എല്ലാവരും ഹിസ്റ്ററി ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻറ്റിന് നമ്മുടെ ഹോസ്പിറ്റലിലെ IP ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അനുദിനം അറിയുന്നതിനുള്ള സംവിധാനമാണ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി അഷ്വറൻസ് നടത്തുന്നതിന് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ പേഷ്യൻസിൻ്റെ പരിചരണം നല്ല രീതിയിലാക്കുന്നതിന് ആഗ്രഹമുണ്ട്. കാരണം ഈ പബ്ലിക് റിലേഷൻസ് ഓഫീസേഴ്സിനോട് അവർക്ക് കിട്ടിയ ചികിത്സയുടെ നല്ല വശങ്ങളെക്കുറിച്ചും അവരുടെ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാനുള്ള അവസരം അവിടെ ഒരുങ്ങുകയാണ്. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ഈ കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളെ സഹായിക്കും. തുടർന്നും നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് ഇത്തരത്തിലൊരു സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ക്വാളിറ്റി അഷ്വറൻസ് നമ്മൾ ഉറപ്പുവരുത്തുകയാണ്.